मेहता का उल्टा चश्मा। സൂക്ഷിക്കണം അച്ഛാ. എടാ ഷാരൂഖ് ഖാനെ, നീ നിന്നെ സൂക്ഷിക്കാൻ നോക്ക്. വേണ്ട അമ്മേ, എനിക്ക് പാല് വേണ്ട. എടാ ചേട്ടാ, ചെന്ന് പിടിക്കടാ അവനെ. അമ്മച്ചി, ഇത് വാങ്ങിച്ചോളൂ അച്ഛാ. എന്താ അച്ഛാ, അവ വീണ്ടും ഓടിപ്പോയില്ലേ? ഇന്നാ പിടിച്ചോ ചേട്ടാ. ശരി അച്ഛാ. നിന്നോട് പാല് കുടിക്കാനല്ലേ പറഞ്ഞേ? ടപ്പു ആള് മുങ്ങിയിരിക്കുക. എടാ ടപ്പു മോനെ, നീ പാല് കുടിച്ചാൽ നിനക്ക് നല്ല ശക്തി ഉണ്ടാകും. ഗോഗി നീ, സോനു നീയും, നിങ്ങൾ രണ്ടുപേരും. അത് കൊള്ളാം. ഇന്ന് വീണ്ടും ടപ്പു സേനയിലുള്ള എല്ലാവരും നിർബന്ധിച്ച് പാല് കുടിപ്പിച്ചിരിക്കുക. അതെ, പാല് കുടിക്കുന്നത് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെന്തിനാ അച്ഛനമ്മ നമ്മളെ നിർബന്ധിച്ചിട്ട് പാല് കുടിപ്പിക്കുന്നത്? അതെ, വീട്ടിൽ ഒരുപാട് പാലുണ്ട്, അതുകൊണ്ടാ. ഐഡിയ. നാളെ മുതൽ നമ്മുടെ ആരുടെയും വീട്ടിൽ പാല് വരില്ല. ഇംപോസിബിൾ ടപ്പു. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ടപ്പു. സൂര്യൻ ഉദിച്ച നേരം ഇതാ പാലുമായി എത്തി, ഈ പാലുകാരനെത്തി. ഇതെന്താ സിംഹത്തിന്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ? ചെല്ല് നമ്മുടെ സിംഹമേ, പോയി കടിച്ചു കീറിയിട്ട് വാ. എന്റെ അമ്മച്ചിയെ രക്ഷിക്കണേ, രക്ഷിക്കണേ. ഷെടാ, ഇതെന്ത് കൂട്ടാ? ഇതുവരെ നായായിരുന്നോ? അച്ഛൻ എന്ത് പറയുന്നു? ഇന്ന് എങ്ങനെയെങ്കിലും ടപ്പുവിനെ കൊണ്ട് നമുക്ക് പാല് കുടിപ്പിക്കണം. അതേടാ ചേട്ടാ. ദേ അവൻ വരുന്നുണ്ട് കേട്ടോ. അറ്റൻഷൻ, ടപ്പു തയ്യാർ. പാല് കുടിക്കാൻ ടപ്പു തയ്യാറാണ്. ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്. അമ്മേ, പാലുണ്ടെന്നോളൂ. മോനെ ടപ്പു, നിനക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അച്ഛാ, എനിക്ക് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ല. അല്ല, പതിവില്ലാതെ നീ ഇന്ന് വാ തുറന്ന് പാല് വേണമെന്ന് ചോദിച്ചല്ലോ, അതുകൊണ്ടാ. മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത് പാൽ ഒത്തിരി കുടിച്ചാൽ ഒത്തിരി ശക്തി കിട്ടുന്ന. ദയേ, പെട്ടെന്ന് പാലെടുത്തോണ്ട് വാടി. വാ വാ, പെട്ടെന്ന് വാ.
അവന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് കൊണ്ടുപോയി കൊടുക്ക്. ഇന്ന് പാല് വന്നിട്ടില്ല. എന്താ പറഞ്ഞേ? അപ്പൊ ഈ ഗ്ലാസ്സിനകത്ത് നീ എന്താടി കൊണ്ടുവന്നേ? ഒന്നുമില്ലാത്ത ഗ്ലാസും കൈ പിടിച്ചോണ്ട് നീ ഇപ്പൊ എന്ത് കാണാൻ ഇങ്ങോട്ട് വന്ന്? ഒഴിഞ്ഞ ഗ്ലാസ് കണ്ടാലല്ലേ ഇതിനകത്ത് പാലില്ല, ഇത് പാല് വന്നിട്ടില്ല എന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാവൂ. അതുകൊണ്ടാ. അമ്മേ, എനിക്കിന്ന് പാല് കുടിക്കാൻ വല്ലാത്ത കൊതി തോന്നുന്നു. ഉഫ്. ഇന്ന് പാല് വരാത്തതിനാൽ കളിക്കാൻ പോവാണ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. സൂര്യൻ ഉദിച്ച നേരം പാലുമായി എത്തി, ഇതാ പാലുകാരനെത്തി. ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഈ മുഖംമൂടി ബൻസി ഞങ്ങളുടെ പമ്പ കടത്തും. മോത്തി മോനെ, മോത്തി മോനെ. ഷോ, നമ്മുടെ പ്ലാൻ പൊളിഞ്ഞല്ലോ. ബൻസി ഞങ്ങള് ബുദ്ധിയാണല്ലോ കാണിച്ചത്. അയാള് നമ്മുടെ നായേക്കാളും വലിയ നായാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. മോത്തി മോത്തി. നമ്മളെ ഇന്നത്തെ പദ്ധതി പാലിച്ചില്ലല്ലോ ടപ്പു. ഇന്നിനിയിപ്പോ വീണ്ടും നമ്മള് പാല് കുടിച്ചേ പറ്റുന്ന തോന്നണേ. ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ പ്രശ്നത്തിന്റെ അടിവേര് വരെ തോണ്ടണം. നമുക്ക് ബൻസിയങ്ങളുടെ തൊഴുത്തിലേക്ക് പോകാം. എടാ ഹരിയ, ഞാൻ എന്റെ വിജിലി എന്റെ മക്കളെക്കാളും നന്നായിട്ടാ നോക്കുന്നേ. നീ മോളെ പൊന്നു പോലെ തന്നെ നോക്കിക്കോണം, കേട്ടല്ലോ. എന്റെ ചക്കര മോളല്ലേ. ഞാനിന്ന് ഇപ്പൊ പോയിട്ട് വൈകുന്നേരം തിരിച്ചെത്തും, കേട്ടോ. ചേട്ടൻ സുഖമായിട്ട് പോയിട്ട് വരൂ. ഞാൻ വിജിലിയെ പൊന്നു പോലെ നോക്കിക്കൊള്ളാന്നേ, വിഷമിക്കണ്ട. കേട്ടല്ലോ ഫ്രണ്ട്സ്, ബൻസിയങ്ങൾ എവിടേക്കോ പോവാണത്രേ. എന്നാ പിന്നെ നാളെ നമുക്ക് ബിജിലെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോവാം. ആ, കല്യാണം ഇല്ലാത്ത പന്തലിൽ കൊട്ടും മേലും എങ്ങനെ ഉണ്ടാവാനാ? അതിന് അർത്ഥം എന്താണ് സോനു? എരുമയെ കാണാതായ പിന്നെ പാല് വിടുന്ന് കറക്കാനാ. വിജിലിയെ ദിവസവും കുളിപ്പിക്കണം, കേട്ടോ. അവളെ കെട്ടിയിടരുത്. വിജിലിക്ക് കെട്ടിയിടുന്നത് ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. ഇതൊരു പ്രത്യേകതര എരുമയാണല്ലോ. ആ പിന്നെ ബിജിലിയുടെ മുമ്പിൽ ചെന്ന് എരുമയെന്ന് വിളിച്ചേക്കരുത്. ആ വാക്ക് കേൾക്കുന്നത് തന്നെ അവക്ക് ഇഷ്ടമല്ല, ദേഷ്യം പിടിക്കും. എന്നാ പിന്നെ ഇത് ആദ്യം ഒന്ന് പറഞ്ഞുകൂടായിരുന്നു എന്റെ പൊന്നു ചേട്ടൻ മുതലാളി. എന്റെ നടു ഒടിഞ്ഞേ. അയ്യോ, നിനക്കിട്ടുള്ള പണി ഞാൻ തരുന്നുണ്ടോടി എന്റെ പൊന്നു മോളെ. അല്ലെങ്കിൽ എന്റെ പേര് ഞാൻ നിനക്കിട്ടേക്കാം, കേട്ടോടി. പോത്ത് പോലെ വളർന്ന തടിച്ച് എരുമേ. അയ്യോ, അമ്മച്ചി. അയ്യോ അയ്യോ അയ്യോ. ബിജിലി, എന്റെ ചക്കര മോള് ബിജിലി, നീ ഒരു സുന്ദരി കുട്ടിയാണല്ലോടി പൊന്നെ. അന്ന് നീ എന്നെ ചവിട്ടി തെറിപ്പിച്ചില്ലേ? ഇനി എങ്ങനെ നീ എന്നെ ചവിട്ടുമെന്ന് എനിക്കൊന്ന് കാണോടിയായിരുന്നു. ബിജിലിനെ വിളിക്കാൻ പാടുള്ളൂ അല്ലേ? എരുമേന്ന് വിളിച്ചാ ഇഷ്ടപ്പെടില്ലായിരിക്കും. എടി, എരുമേനെ എരുമേന്നല്ലേ വിളിക്കാൻ പറ്റൂ. നീ ഒരു എരുമ തന്നെയാണല്ലോ. ചേടാ, ഇയാള് ബിജിലെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. ടപ്പു, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വിജിലി എങ്ങനെയാ കിഡ്നാപ്പ് ചെയ്യുന്നേ?
ഞാൻ ഇന്ന് നിനക്കൊന്നും കഴിക്കാനും തരത്തില്ല, നിന്റെ കെട്ടഴിച്ച് വിടാനും പോകുന്നില്ല. നീ അവിടെ കിടന്ന് നരകയ്ക്ക്, നിന്റെ അഹങ്കാരം ഒന്ന് അടങ്ങട്ടെ. അനങ്ങിപ്പോരുത് കരിമാക്കി എരുമേ. കുറച്ചങ്ങനെ പട്ടിണി കിടക്ക്, കൊഴുത്ത കരിമാക്കി എരുമേ. കൂട്ടുകാരെ, ഇപ്പൊ നമ്മള് ബിജിലിയെ കിഡ്നാപ്പ് അല്ല ചെയ്യേണ്ടത്, പകരം അവളെ സഹായിക്കാണ് വേണ്ടത്. ആ പക്ഷെ അരിയ കണ്ട നമ്മളെ പിടിച്ച് കെട്ടിയിടില്ലേ? ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ടപ്പു. അയ്യോ, ഇതെങ്ങനെ കെട്ടഴിഞ്ഞത്? നിങ്ങളായിരുന്നോ? അല്ല, ഈ കുട്ടികൾ എങ്ങനെ ഇവിടെ വന്നത്? എടാ മോക്കറി! ഞാൻ ഇപ്പൊ വീഴും, എന്നെ ഒന്ന് പിടിച്ചോളേ. ഓ താങ്ക് യു ബിജിലി. ഈ കരുമാക്കി എരുമയെ പിടിച്ച് കെട്ടിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നിന്റെ ഈ അഹങ്കാരത്തിന് ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ അടങ്ങിയിരിക്കുന്ന ഒരു പ്രശ്നമില്ല. എടി കരുമാക്കി എരുമേ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. നിങ്ങളത് കണ്ടോ? അറിയാതെ ബിജിലിയെ തല്ലാൻ വേണ്ടി വടിയും കൊണ്ട് ഓടുന്നു കണ്ടില്ലേ? എന്നാ വാ, നമുക്കിവിടെ നിന്ന് എത്രയും വേഗം സ്ഥലം വിടാം. അല്ല ഫ്രണ്ട്സ്, നമ്മളിന്ന് ബിജിലിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ലെറ്റ്സ് ഗോ. നിക്കവിടെ, അങ്കിൾ ബിജിലിയെ തല്ലരുത്. ബീച്ചിലേക്കുള്ള പണി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാ തല്ലുകൊള്ളാൻ പോകുന്നേ, കുറെ തല്ലിപ്പൊളി പിള്ളേര്. എടാ ഗോഗി, നീ എന്തായി ചെയ്യുന്നേ? ഇന്ന് ഭയങ്കര ചൂടാ. ശരിയാ ടപ്പു, ബിജിലിക്ക് നല്ല ചൂടെടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് അവക്ക് പനിയോ മറ്റോ വന്നാലോ? എന്നാ പിന്നെ നമുക്ക് ബിജിലിയെ കുളിപ്പിക്കാല്ലേ? പക്ഷെ കുളിപ്പിക്കാനുള്ള വെള്ളം നമ്മൾ എവിടുന്ന് കൊണ്ടുവരും? വെള്ളം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ ബിജിലിയെ നമുക്ക് വെള്ളത്തിനടുത്ത് കൊണ്ടുപോകാലോ. അത് ഉഗ്രൻ ഐഡിയ. വരൂ. ചേട്ടാ, എന്നോട് ക്ഷമിക്കണം സാറേ. അതൊന്നും സാരമില്ല ഏട്ടാ. ഇതിലെ ആ കറുത്തൂരിന്റെ ബിജിലി പോണ കണ്ടായിരുന്ന? അതിപ്പോ കറണ്ട് പോയിട്ട് കുറെ നേരം ആയല്ലോ. എത്ര നേരമായി? ഒരു 5-6 മണിക്കൂറായി കാണും. 5-6 മണിക്കൂറായിരുന്നോ? പക്ഷെ തൊഴുത്തിന്ന് ബിജിലി പോയിട്ട് 2 മണിക്കൂറല്ലേ ആയുള്ളൂ. പിന്നെങ്ങനെയാ? ഇവിടെ കറണ്ട് പോയിട്ട് 5-6 മണിക്കൂറായി. ചൂടാണെങ്കിൽ അങ്ങോട്ട് സഹിക്കാനും പറ്റുന്നില്ല. നിങ്ങളിപ്പോ ഏത് ബിജിലിയുടെ കാര്യം ഈ പറയുന്നേ? ഞാൻ അവിടുത്തെ ബൻസി ചേട്ടന്റെ ബിജിലി എരുമയുടെ കാര്യമാണ് ഈ പറയുന്നത്. എന്റെ പൊന്ന് ചേട്ടാ, ഈ കറണ്ട് എല്ലാം ഒന്നല്ലേ. ബൻസി ചേട്ടനും ബിജിലി ചേച്ചിക്കും എല്ലാം ഒരു കറണ്ടേ കിട്ടൂ. ഇത് കണ്ടോ, കറണ്ടോ ശരിക്ക് വരില്ല, പക്ഷെ ബില്ലിന് ഒരു കുറവും ഉണ്ടാവില്ല. എടോ, ഞാൻ പറഞ്ഞ ബിജിലി അതല്ല, ഞാൻ ബെൻസി ചേട്ടന്റെ ബിജിലി എരുമയുടെ കാര്യമാണോ പറഞ്ഞത്. അതിനെ താൻ കണ്ടായിരുന്നോ?
എടോ ഇതിലെ ഏതെങ്കിലും എരുമ പോകുന്ന താൻ കണ്ടായിരുന്നോ എന്നാ ചോദിച്ചത്. എരുമ പോയതൊന്നും കണ്ടില്ല, പക്ഷെ വരുന്നത് ഞാനിപ്പോ കാണുന്നുണ്ട്. നീ എന്താ പറഞ്ഞേ? ദേ പോയി. ഹേയ് ബിജിലി, ദാ വന്നു. നിക്ക് ആരെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ. കാവൽക്കാരിയൊന്നും കാണുന്നില്ല. ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നത് കണ്ടാലേ എനിക്കൊന്ന് സിഗ്നൽ തരണം. തപ്പു, 2 കാവൽക്കാർ ഈ വഴി കൂടി വരുന്നുണ്ട്. ചേടാ ബിജിലി, ഒന്ന് വേഗം മേളിലോട്ട് കേറി വാ. എരുമ ലാത്തി എടുത്ത എരുമയെ ഇവിടുന്ന് അടിച്ചോടിക്കാൻ നോക്കണോ? എടാ ടപ്പു, ശരിക്കും തുടച്ചു കൊടുക്ക്, അല്ലെങ്കിൽ ബിജിലിക്ക് ജലദോഷം പിടിക്കും. നിന്നെ എന്റെ കൈ കിട്ടിയിടി കരുമാക്കി എരുമേ. അടിച്ച് നിന്റെ പോറോ എന്ന് ഞാൻ പൊളിക്കൂടി. എന്റെ ചേട്ടൻ മുതലാളി, ഈ കുട്ടിച്ചാത്തന്മാരെല്ലാരും കൂടി ചേർന്ന് ആ വിജിലിയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. നീ കള്ളം പറയരുത് ഹരിയാൽ. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. നീ എന്റെ ബിജിലിയായിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തിയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഈ കുട്ടികളൊക്കെ കൂടി ചേർന്നാ എന്റെ ബിജിലിയുടെ ജീവൻ രക്ഷിച്ചത്. സബാഷ് ടപ്പുസേന. വളരെ നല്ല കാര്യം നിങ്ങൾ ചെയ്തത് കുട്ടികളെ. എന്റെ ബിജിലിയെ ദ്രോഹിച്ചതിന് ഞാൻ നിനക്കിട്ട് തരുന്നുണ്ട്. മാറി നിന്നോ മുതലാളി, ഇല്ലെങ്കിൽ ബിജിലിക്ക് കൊടുത്തതിന്റെ ബാക്കി നിങ്ങൾക്കും കൂടെ കിട്ടും. നിങ്ങളുടെ ഈ എരുമയുണ്ടല്ലോ, അത് ഈ കുട്ടികളുടെ കൂടെ ചേർന്ന് എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. നോക്കിക്കോ, ഇന്ന് ഞാൻ ഒറ്റൊരെണ്ണത്തിന് വിടാൻ പോകുന്നില്ല. എടാ, ഞാൻ നിന്നെ ഇടിച്ച് ചമ്മന്തിയാക്കും, പറഞ്ഞേക്കാം. വേണ്ട സോനു അങ്കിൾ, ഇത് ഞങ്ങളെ തമ്മിലുള്ള ഫൈറ്റാ. ഇത് ടപ്പുസേനയുടെ അഭിമാനത്തിന്റെ പ്രശ്നാ. ടപ്പുസേന, ടപ്പുസേന, ടപ്പുസേന. നമ്മളോടാ കളി. എങ്ങനെയുണ്ട്? ഒറ്റത്തട്ടിന് കുട്ടിപ്പട്ടാളം തെറിച്ചു പോയത് കണ്ടില്ലേ? എന്റെ ദൈവമേ, കാത്തോളനെ. അപ്പൊ നിനക്കൊന്നും പാല് കുടിക്കുന്ന ശീലമില്ല അല്ലേ?
Don't underestimate Tappu Sena. നിങ്ങൾ എല്ലാവരും ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. എന്നെ വെറുതെ വിട്ടേക്ക്. എന്നെ ഒന്നും ചെയ്യല്ലേ. എന്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് പറ്റിപ്പോയൊരു തെറ്റാണ് കുട്ടികൾ. മോനെ ടപ്പു, പാല് കുടിച്ചാൽ നല്ല ശക്തി കിട്ടുമെന്ന് അതെ മനസ്സിലായില്ലേ? മുത്തശ്ശ, ഇന്ന് മുതൽ ടപ്പു സേനയിലുള്ള എല്ലാവരും ദിവസവും പാല് കുടിക്കും. Promise.